അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ഈ വരുവാനായിട്ട് പോകുന്ന ഒക്ടോബർ 25-ന് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നതോടുകൂടി തന്നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഈ വരുവാനായിട്ട് പോകുന്ന 2025-26 ഫുട്ബോൾ സീസൺ ആരംഭിക്കുകയാണ്. പോരാത്തതിന് ഇതിന് ശേഷം ISL സീസണും നടക്കുവാനായിട്ട് പോവുകയാണ്. സോ ISL സീസൺ ഇക്കുറി കുറച്ച് വൈകിയാണ് ആരാധകരിലേക്ക് എത്തുന്നത്. അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സോ അതുമായൊക്കെ ബന്ധപ്പെട്ട് തന്നെ, അതായത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ഭാവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയൊരു ആശങ്ക നിലനിന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ. അതായത് AIFFൻ്റെ അഖില ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു നല്ലൊരു എഫേർട്ട് തന്നെ സൂപ്പർ കപ്പ് ഇപ്പോൾ നടത്തുന്നതിൽ ഉണ്ട് എന്ന് എടുത്ത് പറയേണ്ടതാണ്. ഒക്ടോബർ 25-ന് സൂപ്പർ കപ്പ് ആരംഭിക്കുമെങ്കിൽ പോലും ഒരു നവംബർ പകുതി അല്ലെങ്കിൽ അവസാനത്തോടു കൂടിയാണ് സൂപ്പർ കപ്പ് അവസാനിക്കുവാനായിട്ട് പോകുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇതിൻ്റെ ഇടയിലുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബ്രേക്കുകളൊക്കെ തന്നെ ഉണ്ട്. സോ അതിനാൽ തന്നെ നല്ലൊരു ലാഗ് തന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിയിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് 2 ISL ക്ലബ്ബുകളും അതുപോലെ തന്നെ ഒരു I-ലീഗ് ക്ലബ്ബുമാണ് ഓപ്പോണൻസ് ആയിട്ടുള്ളത്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരങ്ങളുള്ളത് ഒക്ടോബർ 30-ാം തീയതി രാജസ്ഥാൻ യുണൈറ്റഡ് FCക്കെതിരെ 4:30-ക്കാണ്. പിന്നീടുള്ളത് നവംബർ 3-ാം തീയതിയാണ് ഒരു മത്സരം വരുന്നത്. അത് മുംബൈ സിറ്റി FCക്കെതിരെയാണ്. അത് വരുന്നതും 4:30-ക്കാണ്. പിന്നീടുള്ളത് നവംബർ 6-ാം തീയതി ഹൈദരാബാദ് FCക്കെതിരെ 7:30-ക്കാണ് മത്സരം വരുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്ന ക്ലബ്ബുകൾക്ക് മാത്രമായിരിക്കും സെമി ഫൈനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവുക. എന്നാൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സൂപ്പർ കപ്പിൽ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ അല്ലായിരുന്നു ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സൂപ്പർ കപ്പിൽ ക്വാർട്ടർ ഫൈനലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. സോ അതിനാൽ തന്നെ ഇക്കുറി ആ ലെവലിലുള്ള ഒരു ടൂർണമെൻ്റ് അല്ല, അതായത് നോക്കൗട്ട് സ്റ്റേജുള്ള ഒരു ടൂർണമെൻ്റ് അല്ല, ഡയറക്റ്റ് ഗ്രൂപ്പ് ചാമ്പ്യന്മാർക്ക് സെമി ഫൈനൽ ഒരുങ്ങുന്ന ഒരു വേദിയാണ്. സോ അതിനാൽ തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായെങ്കിൽ മാത്രമേ ക്ലബ്ബുകൾക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുവാനായിട്ടുള്ള സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കോമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ക്ലബ്ബുകൾ തന്നെയാണ് ഉള്ളത്. പോരാത്തതിന് I-ലീഗിൽ നിന്നും രാജസ്ഥാൻ യുണൈറ്റഡ് FC ഉള്ളതിനാൽ തന്നെ അവരുമായിട്ടൊരു വലിയൊരു മാച്ച് എക്സ്പീരിയൻസ് ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബുകൾക്കോ താരങ്ങൾക്കോ ഇല്ല. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വലിയ രീതിയിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അത്ര കണ്ടൊരു മികച്ച പ്രകടനം അല്ലെങ്കിൽ അത്ര മികച്ച പ്രകടനം അല്ലെങ്കിൽ ഒരു മികച്ച ഫുട്ബോൾ മാച്ചൊന്നും രാജസ്ഥാൻ യുണൈറ്റഡ് FCക്കെതിരെ കളിച്ചിട്ടില്ല. അത് മാത്രമല്ല, അവർക്കെതിരെ ഒരു ഫിക്സ്ചർ പോലും ഇതുവരെ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടില്ല. സോ അതിനാൽ തന്നെ അവരുമായിട്ടുള്ള പെർഫോമൻസ് എങ്ങനെയാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. പോരാത്തതിന് ഒരു I-ലീഗ് ക്ലബ്ബാണ് എന്ന് പറഞ്ഞ് രാജസ്ഥാൻ യുണൈറ്റഡ് FCയെ അങ്ങനെ തള്ളിക്കളയുവാനായിട്ടും സാധിക്കുന്നതല്ല. സോ അതിനാൽ തന്നെ പോരാത്തതിന് അതായത് രാജസ്ഥാൻ FC എന്ന് പറയുന്ന ക്ലബ്ബ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന I-ലീഗ് സീസണിൽ 5-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനാൽ തന്നെ ഒരു നല്ല ഒപ്പോണൻറ്റ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാൻ FC എന്ന് പറയേണ്ടതില്ല. പിന്നീട് മുംബൈ സിറ്റി FC ആണ് ഉള്ളത്. അവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ISL പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള, അതായത് വലിയ മാർജിനുകളിൽ പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് മുംബൈ സിറ്റി FC. എങ്കിൽ പോലും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന കുറച്ച് സീസണുകളായിട്ട് മുംബൈ സിറ്റി FCക്കെതിരെ നല്ലൊരു മികച്ച പ്രകടനം തന്നെ തിരിച്ച് കൊടുക്കുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് തന്നെയാണ്. അതിനെല്ലാം പുറമെ മുംബൈ സിറ്റി FCക്കെതിരെ മികച്ച പഠനം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നീടുള്ളത് ഹൈദരാബാദ് FC ആണ്. ഹൈദരാബാദ് FCയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെയധികം എളുപ്പത്തിൽ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുള്ള ഒരു ക്ലബ്ബാണ്. പക്ഷേ ഹൈദരാബാദ് FC നല്ലൊരു ഒരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ആ ഒരു സെക്കൻഡ് മാച്ചിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 1-1 സമനില പോയ മത്സരത്തിൽ ഹൈദരാബാദ് FC വളരെ മികച്ച പ്രകടനം അവർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ അതിനാൽ തന്നെ ഒരിക്കലും ഹൈദരാബാദ് FCയും ഒരു നിസ്സാരം ടീമാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ISL ഏറ്റവും താഴെ കിടക്കുന്ന ടീമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുവാനായിട്ട് സാധിക്കുന്നതല്ല. മികച്ച പ്രകടനം അവർക്കും കാഴ്ചവെക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ഉണ്ട് എന്ന കാര്യം എടുത്തെടുത്ത് പറയേണ്ടതാണ്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ്, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സ്ട്രക്ചർ ഈ ഒരു നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തങ്ങൾക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുവാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കോച്ചിൻ്റെ ഒരു മികച്ച പഠനം, അതായത് ഒരു കോച്ച് എന്ന നിലയിൽ ഒരു മികച്ച ടാക്ടിക്സ് ഒക്കെ കൊണ്ടുവന്ന് ഡേവിഡ് കെറ്റാല ഒരു മികച്ച ടീമിനെ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഉറപ്പായും ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനായിട്ട് സാധിക്കും. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉടൻ തന്നെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളും ഈ ഒരു എന്താ പറയുക ഈ ഒരു സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ക്വാഡ് ഇതുവരെ നിലവിൽ സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള സ്ക്വാഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സോ അതിന് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റും ഉടൻ തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള പ്രീ സീസണിന് വേണ്ടി അടുത്ത മാസം 6-ാം തീയതി അല്ലെങ്കിൽ ഒരു 7-ാം തീയതിയോട് കൂടി തന്നെ ഗോവയിലേക്ക് ചേക്കേറുന്ന തരത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നിട്ടുണ്ടായെന്നാണ്. സോ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയാണുള്ളത്. സോ കണ്ടു തന്നെ അറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്ന്.